ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, മരണത്തിൻ്റെയും ഉയിർപ്പിൻ്റെയും ഇടയിലുള്ള ഒരു ഇടവേളയാണ് ദുഃഖശനി. അതിനാൽ മരണത്തിൽ മുഴുകിയിരിക്കുന്നവർക്ക് അത് നിരാശയുടെയും, എന്നാൽ ഉയിർപ്പിലേക്ക് നോക്കിയിരിക്കുന്ന നമുക്ക് അത് പ്രത്യാശയുടെയും കാത്തിരിപ്പിൻ്റെയും ഒരു ദിവസമാണ്. മാർത്തോമാ നസ്രാണി പാരമ്പര്യത്തിൽ വലിയ ശനിയുടെ വ്യത്യസ്തമായ ഒരു ആഘോഷമല്ല ഉണ്ടായിരുന്നത്. ഉയിർപ്പ് തിരുനാളിനോടനുബന്ധിച്ച് തലേന്ന് ശനിയാഴ്ച വൈകുന്നേരം യാമപ്രാർത്ഥനകളോടെ ആരംഭിക്കുന്ന ഒറ്റ ശുശ്രൂഷയാണ് ഉണ്ടായിരുന്നത്. ഇതിനോടനുബന്ധിച്ച് ഏകദേശം 1 വർഷത്തോളം പ്രാർത്ഥിച്ചും പഠിച്ചും ഒരുങ്ങിയിരുന്നവർ മാമോദിസ സ്വീകരിക്കുന്ന രീതിയും ഉണ്ടായിരുന്നു. ഉയിർപ്പ് തിരുനാളിൻ്റെ ദീർഘമായ ഈ ശുശ്രൂഷകളെ വിഭജിച്ചാണ് 50 നോമ്പിൻ്റെ അവസാന ദിവസം വിശുദ്ധ കുർബാനയോടുകൂടി പുത്തൻ തീയുടെയും പുത്തൻ വെള്ളത്തിൻ്റെയും ശുശ്രൂഷകൾ ഉൾപ്പെടെയുള്ള വലിയ ശനിയാഴ്ചയുടെ ശുശ്രൂഷകൾ ഇന്ന് നിലവിലുള്ളത്. അതിനാൽ മാമോദിസ സ്വീകരിക്കാൻ ഏറ്റവും അനുയോജ്യമായ ദിവസം ഈ വലിയ ശനിയാഴ്ചയായി കരുതപ്പെടുന്നു. ഒരിക്കലെങ്കിലും വെള്ളത്തിൽ മുങ്ങിപ്പോയവർക്കറിയാം അത് എത്രത്തോളം ഭീതിപ്പെടുത്തുന്ന, മരണത്തെ മുഖാഭിമുഖം കാണുന്ന ഒരു ഓർമ്മയാണെന്ന്. എന്നാൽ അതിൽ നിന്നും രക്ഷപ്പെട്ടു വരുന്നത് ഒരു 2ാം ജന്മമാണ്. മാമോദിസ മുക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. ഈശോയോടൊപ്പം മരണത്തിൻ്റെ കയ്പ് രുചിച്ച് പുതുജീവനിലേക്ക് 2ാം ജന്മത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഓരോ മാമോദിസായിലും. ഇതാണ് വലിയ ശനിയാഴ്ച നമ്മൾ ഓർക്കുന്നത്. ഈ വലിയ ശനിയാഴ്ച ദിവസം പുത്തൻ തീ കയ്യിലെന്തിക്കൊണ്ട് നമ്മൾ പറയുന്നത് ഈശോയാകുന്ന വെളിച്ചമാണ് എന്നെ നയിക്കുന്നത് എന്നാണ്. പുത്തൻ വെള്ളം സ്വീകരിച്ചുകൊണ്ട് ഈശോയുടെ തിരുരക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ച വെളിപാട് പുസ്തകത്തിലെ യഥാർത്ഥ ആരാധകരുടെ ഗണത്തിലാണ് ഞാനും എന്ന് അഭിമാനത്തോടെ നമ്മളും ഏറ്റുപറയുകയാണ്. ഏവർക്കും ദുഃഖ ശനിയാഴ്ച ദിവസത്തിൻ്റെ ആശംസകൾ സ്നേഹത്തോടെ നേരുന്നു.